ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 23-ാം തിരുവചനം വായിക്കാം. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ അറിയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ കൈകളിലാണ് ആ തിരുസാന്നിധ്യം ഉയർത്തപ്പെട്ടതെങ്കിലും അതെന്നെ തഴുകാതെ കടന്നുപോയി. ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. ഓർക്കുന്നില്ലേ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഒരു ജനക്കൂട്ടത്തിനൊപ്പം ക്രിസ്തു നടത്തിയ യാത്ര. ആരവം മുഴക്കി കൂടെ നടന്നവർ അവരിൽ നിന്നും ഒന്നും കേൾക്കാതെ നടന്നു പോകുമ്പോൾ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടവൾ സൗഖ്യം സ്വീകരിച്ച് സുവിശേഷകയായി തീർന്നിരിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിൽ കാര്യമായ സ്നേഹമുണ്ടോ, ആ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്, അല്ലെങ്കിൽ പ്രകാശനമായിരിക്കും ശുശ്രൂഷകൾ. അന്നൊരിക്കൽ ശിമയോൻ ആകർഷകരമായ സദ്യ ഒരുക്കി. ക്ഷണിക്കപ്പെടാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, പാപിനിയായ മറിയം. അവൾ ക്രിസ്തുവിൻ്റെ പാദത്തിങ്കൾ വന്നിരുന്നു. ഇടറാത്ത പാദത്തിങ്ങളൊന്നും അവൾ അന്നേ വരെ കണ്ടിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ പാദം അതൊരിക്കലും ഇടറിയിട്ടുമില്ല. ഇടറിയവരെ താങ്ങുകയും ചെയ്തു. അവൾ വാവിട്ട് കരഞ്ഞു. സ്നേഹം കണ്ണീരായി ഒഴുകി. ആ സ്നേഹമാകട്ടെ ഒരിക്കലും അവളിൽ നിന്നും അകറ്റപ്പെട്ടു നിന്നുമില്ല. അവളെന്നും അവനെ ഓർത്തു എത്രമാത്രം സ്നേഹിച്ചു എന്നതാണ് പ്രധാനം. സ്നേഹിക്കുന്നവർ കണക്ക് സൂക്ഷിക്കില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയേണ്ടതില്ല എന്ന തിരുവചനം ഓർക്കുക. വലിയ സ്നേഹത്തിൽ എന്തൊക്കെയോ ചെയ്തു, അത്രയേ ഉള്ളൂ. ഒന്നും ഓർത്തു വെക്കേണ്ടതില്ല. സ്നേഹം കുറയുമ്പോൾ കണക്ക് പറയാൻ തുടങ്ങും. തൻ്റെ കുഞ്ഞിന് മുലയൂട്ടിയതിൻ്റെ കഥകൾ ഏതമ്മയാണ് പറയുക? പരിഭവങ്ങൾ ഏറുമ്പോൾ, സ്നേഹം മറിയുമ്പോൾ ഒക്കെ കണക്കുകൾ പുറത്തു വരും. മർത്തായുടെ പരാതി ഉണ്ടായിരുന്നു. മറിയം വെറുതെ ഇരിക്കുന്നു, എന്നെ തനിയെ വിട്ടിരിക്കുന്നു, ഞാനാകെ ജോലി ചെയ്ത് തളരുന്നു. അവളുടെ ശുശ്രൂഷകളുടെ പ്രേരക ശക്തി എന്താണ്? സ്നേഹമോ വെറും ധർമ്മബോധമോ? പ്രചോദനം പ്രകടമല്ല. മനുഷ്യൻ നടത്തുന്ന വിധി പലപ്പോഴും തെറ്റിപ്പോകുന്നതിൻ്റെ കാരണവും ഇതാണ്. മനുഷ്യൻ പലപ്പോഴും പ്രകടനം നോക്കി മാർക്കിടുന്നു. ക്രിസ്തുവാട്ടെ പ്രചോദനവും. മറിയത്തിൻ്റെ സ്നേഹത്തെ മർത്തായുടെ പ്രവൃത്തിയുടെ ത്രാസിയിൽ അളക്കാനാവില്ല. അങ്ങനെ അളന്നാൽ വെറും സമയത്തിൻ്റെ പാഴാക്കൽ മാത്രമായിരിക്കും അത്. മറിയത്തിൻ്റെ സ്നേഹത്തെ വ്യാഖ്യാനിച്ചെന്നിരിക്കും. സ്നേഹിക്കുന്നവർ കണക്ക് സൂക്ഷിക്കില്ല പ്രിയമുള്ളവരെ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം അന്ത്യവിധിയിലെ വാക്കുകൾ തന്നെയാണ്. വിശന്നപ്പോൾ ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നു, നഗ്നനായപ്പോൾ ഉടുപ്പിച്ചു, കാരാഗ്രഹത്തിൽ വന്നു കണ്ടു, നാടോടിയായിരുന്നപ്പോൾ സ്വീകരിച്ചു, രോഗത്തിൽ ആശ്വാസമായി എത്തി. ഇത് പറയുമ്പോൾ കേൾവിക്കാരുടെ ഒരു മറുപടി അവിടെയുണ്ട്. എന്താണ് മറുപടി? എപ്പോഴാണ് ഞങ്ങളിൽ ഒന്നും ഓർക്കുന്നില്ലോ, സ്നേഹത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും ഓർക്കില്ല. സ്നേഹം പ്രവൃത്തിയായാൽ അളക്കാനാവില്ല എന്നതുകൊണ്ട് എന്തു ചെയ്താലും മതി വരില്ല താനും. സ്നേഹമില്ലാതെ ശുശ്രൂഷിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മടുക്കുന്നു. മനസ്സിലെ മടുപ്പ് ശരീരത്തിൻ്റെ തളർച്ചയായിട്ട് മാറും. നിന്റെ കൂട്ടത്തിൽ വന്നാൽ എന്തു കിട്ടുമെന്നുള്ള പത്രോസിൻ്റെ ചോദ്യമൊക്കെ സ്നേഹരാത്യത്തിൻ്റേതല്ലാതെ മറ്റെന്താണ്? ഒന്നും കിട്ടണമെന്നോ നേടണമെന്നോ ഇല്ല സ്നേഹിക്കാൻ. സൂക്ഷ്മതയോടെ നോക്കിയാൽ ചെയ്യുന്ന പല സൽകൃത്യങ്ങളും ദൈവവേലകളും ശക്തമായ അഹങ്കാരം ഒളിച്ചിരിപ്പുണ്ടായിരിക്കാം ചിലവർക്ക്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവർ എന്ന് കരുതുന്നവർക്ക് ഇതിലേറെ ഇതും ഉണ്ടാകാനിടയുണ്ട്. ദൈവം നമ്മുടെ കയ്യിൽ വെള്ളയിലാണെന്നൊരു തോന്നൽ. സന്യാശ്രമം ഗൃഹാശ്രമത്തേക്കാൾ ക്രിസ്തുവിനോടൊപ്പം എന്നൊരു ഗർവ്. നാം ചെയ്യുന്നതല്ല, ചിലത് നമ്മെക്കൊണ്ട് അവൻ ചെയ്യിപ്പിക്കുന്നു എന്ന് കരുതുന്നതല്ലേ കൂടുതൽ ശരി? ദൈവനാമം ഇടയ്ക്കിടെ ഉച്ചരിക്കുമ്പോഴും അകത്തെ ഞാൻ വീണ്ടും പറയാണ്, അകത്തെ കാര്യമായി താലോലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം മഹത്വപ്പെടില്ല പ്രിയമുള്ളവരെ. മാത്രമല്ല, ദൈവനാമം ചൊല്ലി സ്വന്തം മഹത്വത്തിന് ചുറ്റും പ്രദർശനം വെച്ചാൽ ക്രിസ്തു നമ്മെ ഓർക്കുന്നത് എങ്ങനെയാണ്?
കൃപാവരങ്ങളെ മാത്രം തേടിയുള്ള യാത്രക്കിടയിൽ ക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും തമസ്കരിച്ചേ പറ്റൂ. പിശാചിനെ സ്വീകരിച്ച് മാത്രമല്ല, അവനെ പുറത്തുവെക്കിയാലും ഒരാൾ രക്ഷപ്പെടുന്നില്ല. വലിയ ഡെലിവറൻസ് മിനിസ്റ്റേഴ്സിനെ നോക്കി കൂടിയാണ് എനിക്ക് നിങ്ങളെ പരിചയമില്ലെന്ന് ക്രിസ്തു പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. തിന്മ ചെയ്ത് മാത്രമല്ല, ചില നന്മകൾ ചെയ്തും നശിക്കാം. മാരകപാപികൾ ചെന്ന് പതിക്കുന്ന അതേ നിഗ്നാഗ്നിയിൽ തന്നെയാണ് പുണ്യപ്രവൃത്തിയിൽ ചെന്ന് പതുക്കെ കരുതുന്നവ ചെയ്തുകൊണ്ട് ഇത്തരം പുണ്യാത്മാക്കൾ വന്നു വീഴാൻ പോകുന്നതും എന്ന് നമ്മെ ഭയപ്പെടുത്തിയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവനാമം മഹത്വപ്പെടുത്താനും നാമല്ല നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ വചനത്തിലെ പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, നമ്മളെന്ന് പറയുന്നത്, കർത്താവ് പറയുക വചനത്തോട് നമ്മൾ പറഞ്ഞു, അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുകയും അന്ത്യവിധിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കുക. നമ്മളിലൂടെ ദൈവിക പ്രവൃത്തികൾ പുറത്തു വരുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അല്ലാതെ നാം ദൈവമായി മാറാൻ ശ്രമിക്കരുത്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് നമ്മൾ വിധേയപ്പെടുക. അതിനായി നമ്മളെ വിട്ടുകൊടുക്കുക. നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കുക. ശൂന്യവൽക്കരിച്ച പാത്രത്തിൽ മാത്രമേ വീണ്ടും നിറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ലവനായ ഈശോയെ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുതരുന്നു. കർത്താവെ, അങ്ങയുടെ അന്ത്യവിധി നാളെയിൽ ഞങ്ങളെ അറിയില്ല എന്ന് പറയാൻ ഇടവരുത്തരുത്. ഞങ്ങളെ ഓരോരുത്തരെയും ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ.